RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപക്ഷങ്ങളും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ബാലന്റിയറിനെ കുറിച്ചാണ്. ബാലന്റിയറിൽ ആര് വിജയിക്കും എന്നാണ്. നമ്മൾ ഫുട്ബോൾ പ്രേമികൾ ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു ദിവസമാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ആരായിരിക്കും വിജയിക്കുക? ഒസ്മാൻ ടെമ്പലെയാണോ, അതോ ലെമീൻ യമാലാണോ, അതോ റഫീനിയാണോ, അതോ മറ്റേതെങ്കിലും താരങ്ങളാണോ? നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് പരാജയത്തോടുകൂടി പാരീസ് ഒരു പെട്ടി പുറകിൽ പോയി. ബാക്കി എല്ലാ ട്രോഫികളും ട്രിപ്പിൾ അടക്കം ഒരുപാട് ട്രോഫികൾ അടിച്ചു കൂട്ടിയിട്ടായിരുന്നു. അതേപോലെ നാഷണൽസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലിനെതിരെ സ്പെയിൻ പരാജയപ്പെട്ടു. യമാലിനും ഒരു ചെറിയ അടിപറ്റിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനമായിട്ട് നമ്മൾ ഡെമ്പലേക്കാണ് ഇതിൽ കൂടുതൽ ഇതൊന്ന് ഇത്ര ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഫ്രഞ്ച് മാധ്യമങ്ങളും കുറെ സോഷ്യൽ മീഡിയയിലെ ഫ്രഞ്ചിലെ പത്രപ്രവർത്തകരൊക്കെ ഈ യമാലിനും ഈ ബാലന്റിയർ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന ന്യൂസ് വന്നതോടുകൂടിയിട്ട് ഇപ്പോഴും ആൾക്കാർക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ആർക്കായിരിക്കും, യമാലിനാവോ ഡെമ്പലേക്കാവോ എന്ന്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡെമ്പലേക്കാണ് ചാൻസ് കൂടുതൽ, ട്രോഫികൾ കൂടുതലുണ്ട്. പക്ഷെ ട്രോഫികൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ട്രോഫികൾ ഡെമ്പലേക്കാളും കൂടുതൽ ട്രോഫികൾ. ഇൻഡിവിജ്വൽ ട്രോഫികളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെമ്പലേക്കാളും ട്രോഫികൾ നേടിയിട്ടുണ്ട് നമ്മുടെ പാരീസിനും അതേപോലെ പോർച്ചുഗലിനും വേണ്ടി കളിച്ച താരങ്ങൾ. അപ്പോൾ അതിൽ 2-3 താരങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി നോക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ട്രോഫികളും ഇൻഡിവിജ്വൽ ഗോൾസ് ആൻഡ് അസിസ്റ്റും കാര്യങ്ങളെല്ലാം കൂടി നോക്കുന്ന സമയത്ത് ആർക്കാണോ അതേപോലെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഓരോ പ്ലേയേഴ്സിനെ ഓരോ ജേർണലിസ്റ്റുകൾക്കും അതേപോലെ ഇതിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചായിരിക്കും ഇതിൽ വരിക. അപ്പോൾ ഇതിനു മുമ്പും ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടും പല താരങ്ങൾക്കും കിട്ടാതെ പോയിട്ടുണ്ട്. അതിന് ഒരുപാട് എക്സാമ്പിൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ഇതിലും എന്തും സംഭവിക്കാം, ഡെമ്പലേക്കോ നമ്മുടെ ലെമീൻ യമാലിനോ. അത് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഇവരുടെ ഗോളും അതേപോലെ അസിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 3 താരങ്ങളുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ റഫീനിയുടെ ആദ്യം എടുക്കുന്നത്, റഫീനി 69 മത്സരങ്ങൾ കളിച്ചിട്ട് 38 ഗോളുകളും 26 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. ഗോൾ ആൻഡ് അസിസ്റ്റ് 64 അതേപോലെ കീ പാസസ് 167 നൽകിയിട്ടുണ്ട്. ഷോട്ട് ഓൺ ഗോൾ 88 നേടിയിട്ടുണ്ട്. 3 ട്രോഫീസ് നേടിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ട്രിബിൾ നേടിയിട്ടുണ്ട് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട്. യമാലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 65 ഗെയിം കളിച്ചിട്ടുണ്ട്. 19 ഗോളും 24 അസിസ്റ്റും നേടിയിട്ടുണ്ട്. 43 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ കീ പാസുകൾ 115, 89 ഷോട്ട് ഓൺ ഗോളിലേക്ക് 3 ട്രോഫികൾ ഡൊമസ്റ്റിക് ട്രിബിൾ നേടിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഡെമ്പലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 59 മത്സരങ്ങളിൽ നിന്ന് 33 ഗോളും 13 അസിസ്റ്റും നേടിയിട്ടുണ്ട്. 46 ഗോൾ ആൻഡ് അസിസ്റ്റ് കോൺട്രിബ്യൂഷൻ, ഗോൾ കോൺട്രിബ്യൂഷൻ 46. കീ പാസസ് നോക്കിയാൽ 133, 91 ഷോട്ട് ഓൺ ഗോൾ ടാർഗറ്റ് ആണ്. 4 ട്രോഫികൾ നേടിയിട്ടുണ്ട്. ട്രോഫികളുടെ കാര്യത്തിൽ ഒരു പിടി അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും മികച്ചതായി നിൽക്കുന്ന റഫീനിയാണ്. റഫീനിയ ഗോളും കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 64 ഉണ്ട്. ഇവരെക്കാൾ രണ്ടുപേരെക്കാൾ ഒരു പിടി മുന്നിലാണ്. 3 ട്രോഫികൾ നേടിയിട്ടുണ്ട്. പക്ഷെ ഡെമ്പലേക്ക് ചാമ്പ്യൻസ് ലീഗ് എന്ന ക്ലബ് വേൾഡ് കപ്പിന്റെ ഒരു ക്ലബ്ബുകളുടെ ഒരു വേൾഡ് കപ്പ് എന്ന് പറയാനുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പാരീസിന്റെ കിട്ടാക്കനിയായിട്ട് കുറെ കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്, അത് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെയാണ് അവരുടെ ഒരു ഇതും ഹൈപ്പും കാണിക്കാൻ പറ്റും. ഡെമ്പലെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഡെമ്പലേക്കാണ്. ഇനി നാളെ വോട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ യമാലോ റഫീനിയൊക്കെ തൂക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുവരെ നോമിനീസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്ലബ്ബുകൾ നോക്കുകയാണെങ്കിൽ പാരീസ് സെന്റ് ജർമ്മനാണ് ഏറ്റവും കൂടുതൽ. 9 പ്ലേയേഴ്സ് ബാലന്റിയറിനായിട്ട് നോമിനീസ് ഉണ്ട്. 2ാം സ്ഥാനത്ത് ബാഴ്സലോണയാണ് 4 നോമിനീസ് വന്നിട്ടുണ്ട്. അതേപോലെ 3ാം സ്ഥാനത്ത് എത്തുന്ന ലിവർപൂളാണ്, അവർക്ക് 4. റയൽ മാഡ്രിഡിൽ 3 പ്ലേയേഴ്സ് ഉണ്ട് നോമിനീസ് ആയിട്ട്. അതേപോലെ ആഴ്സണൽ 2 പ്ലേയേഴ്സ്, ബയൺ മ്യൂണിക്ക് 2 പ്ലേയേഴ്സ്, ഇന്റർ മിലാൻ 2 പ്ലേയേഴ്സ്, അങ്ങനെയാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ഒന്ന്, ആരായിരിക്കും നാളത്തെ ബാലന്റിയർ വിജയിക്കുക എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.